ഹായ് 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 നമ്മുടെ 5ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനാണ് കേട്ടോ മാഷ് എത്തിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ നമുക്ക് പലർക്കും അറിയാൻ ഉത്തരം എഴുതാൻ നമ്മുടെ എക്സാമിനാണെങ്കിൽ ഇത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂർ ക്ലോക്ക് ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള സമയം, അതിൽ കാണിക്കുന്നതിനെ നമ്മൾ സാധാരണ സമയത്തോട് മാറ്റണം. സാധാരണ സമയം നമ്മൾ AM PM എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക അല്ലേ. സാധാരണ ക്ലോക്കിന് പ്രത്യേകത എന്താ, ഇങ്ങനെ പോയി 12 വരെ ഉള്ളൂ. 12 കഴിഞ്ഞാൽ എന്താ, വീണ്ടും 1 2 3 4 അങ്ങനെ പോയി 12 വരെ, വീണ്ടും 1 2 3 4 തുടങ്ങി 12 വരെ. അങ്ങനെയാണ് നമ്മൾ സാധാരണ ക്ലോക്ക് ഉണ്ടാവുക അല്ലേ. നമ്മൾ സാധാരണ ക്ലോക്കുള്ള സമയത്തിലോട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സമയം നമ്മൾ മാറ്റണം. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് ഉത്തരം കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഈ മാസം ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടും കൂടി ചെയ്യാം. ഇതിന് ഉത്തരം എങ്ങനെ ചെയ്യാന്നറിയോ? 12:20 സമയം അല്ലേ, 16:20 സമയം അല്ലേ. അത് നമ്മൾ സാധാരണ ക്ലോക്കിലുള്ള സമയത്തിലോട്ട് പറയണം. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. രാത്രി 12 മണി ഉണ്ടല്ലോ, നമ്മൾ ഉറങ്ങാൻ നിൽക്കുന്ന സമയം രാത്രി 12 മണി, അത് നമ്മൾ 12 AM എന്നാണ് 12 PM എന്നാണ് പറയാ? അത് നമ്മൾ 12 AM എന്നാണ് കേട്ടോ പറയാ. എന്താണ്? 12 AM ആണ് നമ്മൾ രാത്രി ഉറങ്ങാൻ നിൽക്കുന്ന സമയം. ഈ 12 AM നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ എത്ര മണിയായിരിക്കും കാണിക്കാന്നറിയോ? 0 മണി എന്നാണ് കാണിക്കുക. എത്രയും 0 മണി. അങ്ങനെയാണെങ്കിൽ 12 മണി കഴിഞ്ഞാൽ എന്താ, 1 AM ആവും അല്ലേ. 12 AM കഴിഞ്ഞാൽ പിന്നെ 1 AM ആണ്. 1 AM എന്നുള്ളത് റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ എത്രയെന്നറിയോ? 1 മണി തന്നെയാണ്. അപ്പോൾ 2 AM 2 AM റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ 2 മണി തന്നെയാണ്. അപ്പോൾ 3 AM അത് റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ 3 മണി തന്നെയാണ്. അങ്ങനെ സുഖാണല്ലോ. പക്ഷേ ഇങ്ങനെ പോയി 11 AM എത്തുമ്പോൾ എന്താ, റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ 11 മണി തന്നെയാണ്. പക്ഷെ 11 AM കഴിഞ്ഞാൽ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് 12 എത്തുമ്പോൾ വീണ്ടും 12 AM ആണോ? അല്ല, 12 AM കഴിഞ്ഞു. രാത്രി 12 മണിയാണ് 12 AM. പക്ഷെ ഉച്ചക്ക് 12 മണി ആവുമ്പോൾ എന്താണെന്നറിയോ? അത് 12 PM ആണ്. അപ്പോൾ 12 PM എന്നുള്ളത് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ എത്രയാണ് കാണിക്കുക? 12 തന്നെ കാണിക്കുക. പക്ഷേ 12 മണി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലോക്കിൽ എത്ര മണിയാണുള്ളത്? സാധാരണ ക്ലോക്കിൽ 12 വരെ ഉള്ളു നമ്പർ അല്ലേ. 12 കഴിഞ്ഞാൽ എന്താ, പിന്നെ 1 കടക്കും. 12 PM കഴിഞ്ഞാൽ എന്താണെന്നറിയോ? 1 PM ആണ്. 1 PM എന്നുള്ളത് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ എത്രയാണ് കാണിക്കാന്നറിയോ? 13 മണി എന്നാണ് കാണിക്കുക. എത്ര? 13 മണി. അപ്പോൾ 12 മണി വരെ ഓക്കെ. പക്ഷെ 1 PM മുതൽ എന്താ, നമ്മൾ സാധാരണ ക്ലോക്ക് 1 2 3 അങ്ങനെ വീണ്ടും 12 എത്തുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്ക് 12 കഴിഞ്ഞാൽ 13 പോവുക. അപ്പോൾ 2 PM എന്താണ്, അത് 14 ആണ്. അപ്പോൾ 3 PM എന്തായിരിക്കും, അത് 15 ആണ്. ഇപ്പോൾ ഇവിടുത്തെ സമയം നോക്കിക്കേ, 16:20 ആണ്. അപ്പോൾ 16 മണി എന്നുള്ളത് എത്ര PM ആയിരിക്കും? 4 PM ആകുമ്പോഴാണ് 16 മണി നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ കാണിക്കുക. ഇപ്പോൾ നോക്കിക്കേ, 16:20 ആണ്. 16 എന്ന് വെച്ചാൽ എന്താ, വൈകുന്നേരം 4 മണിയാണ് റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ 16 എന്ന് കാണിക്കുന്നത്. എന്താണ്, വൈകുന്നേരം 4 മണി, 4 PM ആണ് റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്കിൽ 16 എന്ന് കാണിക്കുക. അപ്പോൾ 16:20 ആണെങ്കിലോ അത് 4:20 ആണ്. അപ്പോൾ 4:20 PM ആണ് എന്ത്, 16:20. അപ്പോൾ ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലോക്കിലുള്ള സമയം ഉണ്ടല്ലോ, അതായത് 24 മണിക്കൂർ ക്ലോക്കിൽ സമയം തന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കും, നമ്മൾ സാധാരണ AM PM ഉള്ള ക്ലോക്കിലോട്ട് മാറ്റാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചോദിക്കും. അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉത്തരം എഴുതുന്ന മാഷി മനസ്സിലായി. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചെറിയ വീഡിയോയിലിട്ട് പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന് വരുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ലൈവ് ക്ലാസ്സും കാണുക. ഇനി തീരെ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പോലും ലൈവ് ക്ലാസ് കണ്ടാൽ എല്ലാ കാര്യം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കൃത്യം 7 മണിക്ക് നമ്മുടെ ഈ ചാനൽ ലൈവ് ഉണ്ട്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ലൈവിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ കാര്യം ലൈവിലൂടെ തന്നെ കിട്ടും. നമുക്ക് എന്തായാലും ഈ ലൈവിൽ കാണാം. ബൈ ബൈ.